ഞാൻ ചെയ്യുന്ന തെമ്മാടിത്തരമാണ് വലുതെന്ന് പറഞ്ഞു ആലിമീങ്ങൾ പറഞ്ഞാൽ അവർക്കെതിരെ വിരൽ ചൂണ്ടി ആർഭാടത്തോടെ പറഞ്ഞു നിന്ന ആളുകളുടെ മുമ്പിലാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്തിറങ്ങിയത്. വിശുദ്ധമായ ഖുർആനിന്റെ 6666 ആയത്തുകള് ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്ത് ഖുർആനിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്തിറങ്ങിയത്. കഅബാലയത്തിന്റെ മഖാമിലെ ചാരിയിരുന്നിട്ട് തങ്ങൾ ചെയ്യുന്ന തെമ്മാടിത്തരത്തെ വിളിച്ചു പറഞ്ഞിട്ട് നേരെ നോക്കിയിട്ട് എടാ മുഹമ്മദേ ഞങ്ങളെ ഉപദേശിക്കാൻ നീ ആരടാ, ഞങ്ങൾ ഇനിയും ചെയ്യുമടാ എന്ന് പറഞ്ഞിട്ട് വാഹിയാണ് ചാരിയിരുന്നിട്ട് ഹബീബായ നബിയുടെ മുമ്പിലേക്ക് നോക്കി പരിഹസിച്ചിട്ട് ഞങ്ങളെ വാത് പറഞ്ഞ് നന്നാക്കാതെ എവിടെ നിന്ന് വന്നടാ, ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവില്ലേ ഇയാൾ നമ്മളെ നന്നാക്കാൻ വന്നവരാണോ? കൽവാലയത്തിന്റെ മത്താവിനെ നെഞ്ചിൽ വിരിച്ച് ചാരിയിരുന്നിട്ട് ഹബീബായ നബിയുടെ നേരെ നോക്കിയിട്ട് ആരെടാ മുഹമ്മദേ നീ ഞങ്ങളെ നന്നാക്കാൻ പ്രസംഗിക്കുന്നു? വാഹിയാണ് ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു പറഞ്ഞു, ഇന്ന് രാവിലെ മുതൽ ഞാൻ വ്യഭിചരിക്കാൻ വേണ്ടി നടന്നു, ധാരാളം പെണ്ണുങ്ങളുമായി ഞാൻ കിടപ്പുറ പങ്കിട്ടുണ്ട്. ഇന്ന് രാവിലെ വ്യഭിചരിക്കാൻ ഒരു പെണ്ണിനെ തേടി നടന്നിട്ട് ഒരു പെണ്ണിനെ പോലും കിട്ടാതെ വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ഒരു ദിവസം വ്യഭിചരിക്കാൻ എനിക്ക് ഉറക്കം വരില്ല. അങ്ങനെ നിരാശയോടെ നടന്നു വരുമ്പോ എന്റെ സഹോദരന്റെ ഭാര്യയെ കണ്ടപ്പോ അവളെ പിടിച്ചുകൊണ്ടുപോയി കിടപ്പുറയിട്ട് ഞാൻ വ്യഭിചരിച്ചെന്ന് കൽവാലയത്തിന്റെ മത്താവിനെ ചാരി നിന്ന് വീരവാദം മുഴക്കിയപ്പോ മറ്റൊരുത്തൻ പറഞ്ഞിരുന്നറിയോ, വഴിയിലൂടെ നടന്നു പോകുന്നവനെ പിടിച്ചു നിർത്തിയിട്ട് കരുത്തറത്തിട്ട് മടിശീല പൊട്ടിക്കുന്നവനാണ് ഞാൻ. ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചന്തയുടെ പുറഭാഗത്തുള്ള പാറക്കെട്ടിൽ ഊരി പിടിച്ച വീരമായി വാളുമായിട്ട് ഞാൻ കാത്തുനിന്ന് ഒരാളെ പോലും വൈകുന്നേരം വരെ കിട്ടിയില്ല. അവസാന നിരാശയോട് ഇന്നൊരുത്തന്റെ കരുത്തറത്തിട്ട് മടിശീല പൊട്ടിക്കാൻ കഴിയില്ലല്ലോ നോക്ക് നിരാശയോടെ ഇരുന്നപ്പോഴാണ് എന്റെ വാപ്പ അതിലെ കടന്നു വന്നത്. എന്റെ വാപ്പയെ പിടിച്ചു നിർത്തിയിട്ട് എന്റെ വാപ്പയുടെ കരുത്തരത്തിട്ട് എന്റെ വാപ്പയുടെ മടിശീലയിലെ പറഞ്ഞ ഓട്ടിച്ചു കൊണ്ടുപോയി എന്ന് പരസ്പരം വീരമാണം പറഞ്ഞ ചെറുപ്പക്കാരെ അമ്മാന്റെ റസൂലിനെ പരിഹസിച്ചപ്പോ ഞങ്ങൾ ബലമുള്ളവരാണ്, ഞങ്ങൾ ആരോഗ്യമുള്ളവരാണ്, ഞങ്ങൾ പണമുള്ളവരാണ്, നീ ഞങ്ങളെ വാഴ് പറഞ്ഞ് നന്നാക്കേണ്ടതാന്ന് പറഞ്ഞപ്പോ ഓ സ്വയത്താണ് ചെറുപ്പക്കാരി വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്തിറങ്ങിയത്. ആ ഹബീബായ നബിയുടെ മനസ്സ് നൊണ്ടപ്പോ ആകാശത്ത് നിന്ന് നബി വന്നില്ലേ, നബിയെ അൽഹാകുമുത് തകാബുർ ഹത്താ സുർതുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ തുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ഓ നബി അവരോട് പറ, കഅബാലയത്തിന്റെ മത്താവിനെ നെഞ്ചിൽ വിരിച്ചിട്ട് ആരോടാ ഞാൻ ഈ പറയുക? ഭീമാപള്ളി എന്ന അല്ലാഹു അനുഗ്രഹിച്ച ഒരു തീരപ്രദേശത്ത് ജനിച്ചിട്ട് കല്ലിന്റെയും കഞ്ചാവിന്റെയും ചരസിന്റെയും അശ്ലീലത്തിന്റെയും അടിമകളായി ആര് പറഞ്ഞാലും ഞങ്ങൾ നന്നാവില്ല. അറിയാനൻ നജറു ഇലാഹീന ഇദാലൻ നജറു ബിഹി ഇല്ലാഹാന. ആരോട് കൂടെ പറപ്പിനോട് ഞങ്ങൾ ഇത് ചെയ്യുമെന്ന് എന്റെ ചെറുപ്പക്കാരാ വീരവാദം മുടക്കുന്നെങ്കിൽ അള്ള ചോദിക്കുകയാണ്, എടാ തെമ്മാടി അൽഹാകുമുത് തകാബുർ ഏതുവരെയാണ് നിന്റെ നെഞ്ചിങ്ങനെ വിരിച്ചു നിൽക്കുക? ഹത്താ സുർതുൽ മഖാബിർ ഈ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി നിന്റെ മുഖത്തും മണ്ണ് വാരി ഇടുന്നത് വരെയല്ലേ? അതുവരെ അല്ലാതെ നീ അഹങ്കാരം പോയോ? ഏതുവരെയാ? ഹത്താ സുർതുൽ മഖാബിർ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി നിന്നെ മരത്തിൽ കിടത്തിയിട്ട് നിന്റെ സുന്ദരമായ മുഖത്തേക്ക് മണ്ണ് വാരിയിടുമ്പോ ചേരി ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്, ഇലയമ്മേ തണ്ണീരടും ചേർത്ത് മണ്ണടിനാല് മറമാട് കാബർ ബഹുജോറിലേ മറമാടും കാബർ ബഹുജോറിലേ നിന്റെ
സുന്ദരമായ മുഖം പള്ളിക്കാട്ടിലെ ഖബർസ്ഥാനിൽ മറന്നു കിടക്കുമ്പോ ഈ കാണുന്ന പാട്ടിൽ കാണുന്ന ഈ മനുഷ്യന്റെ സുന്ദരമായ മുഖത്തേക്ക് അവൻ മറന്നു കിടന്നാൽ അവന്റെ മുഖത്തേക്ക് വീഴുന്നത് പുഷ്പങ്ങളല്ല. ഇവൻ മറന്നു കിടന്നാൽ അവന്റെ മുഖത്ത് വീഴുന്നത് റീത്തുകളല്ല, കല്ലും മണ്ണുമാണ് നിന്റെ വായിലേക്ക് വന്നടിക്കുന്നത്. ചാത്തമ്മാടി ഏതുവരെയാ നീ ഇത് പറയുക? പള്ളിക്കാട്ടിൽ നിന്നെ മലത്തിൽ കിടത്തുന്നത് വരെ അല്ലാഹു പറയുകയാണ്, അല്ല നീ വിചാരിച്ചതുപോലെയുള്ള കാര്യങ്ങളുടെ കിടപ്പ് നാളത്തെ സൂര്യോദയം കാണാമെന്ന് നീ വിചാരിക്കണ്ട. പുറകെ നീ നന്നായിട്ട് കാര്യം മനസ്സിലാക്കും, പുറകെ നന്നായിട്ട് നീ കാര്യം മനസ്സിലാക്കും, പുറകെ നീ പിന്നീട് കാര്യം മനസ്സിലാക്കും. എന്റെ മോനെ, ആർക്ക് വേണ്ടി 6 നിരപരാധികളെ രക്തം വീണ ഭീമാപള്ളിയുടെ തീരപ്രദേശത്ത് പിടഞ്ഞു വീണപ്പോ അവനാണ് കലാപക്കാരനെന്ന് ഇവിടുത്തെ സർവ്വ ആളുകൾ റിപ്പോർട്ട് ചെയ്യപ്പോ ആരവനെ സഹായിക്കാനുണ്ടായിരുന്നത്? ആർക്കാണ് ഉണ്ടായിരുന്നത്? അള്ളവർക്കല്ല. നീ വിചാരിക്കുന്നത് പോലെയല്ല ഈ ദുനിയാവിന്റെ പോക്ക്. ഇതിനെ സൃഷ്ടിച്ചത് ഞാനാണ്, ഇതിനെ കൊണ്ടുപോകുന്നതും ഞാനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ ഈ ദുനിയാവ് അസലും മതൂബും ബിത്തൗമി, വിഷം പുരട്ട അമ്പാണ് എന്ന് നബി. വിഷം പുരട്ടിയ തേനാണ്, വിഷം പുരട്ടിയ തേനാണ് ദുനിയാവ്. ഈ വിഷം പുരട്ടിയ തേൻ നാക്കിൽ തൊട്ടിട്ട് നീ രുചിച്ചിട്ട് നടക്കാൻ ഇതിന്റെ ഉള്ളിൽ വിശ്വാസം നിനക്ക് അറിഞ്ഞൂടാ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഏതുവരെ പള്ളിക്കാട്ടി മലത്തിൽ കടന്ന പിന്നെ ബിൽഗേറ്റ്സും ഞാനും ഒരേപോലെ, ബിൽഗേറ്റ്സ് നിങ്ങളും ഒരേപോലെയാ. കാരണം അവന്റെ മുഖത്തേക്ക് വീഴുന്നത് മണ്ണാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഈ ഒരു ബോധം മനസ്സിലുണ്ടാവും. ഈ ഒരു ബോധം അപ്പൊ ചോദിക്കും, സ്ഥലം ദുനിയാവ് വേണ്ടേ? ഇവിടെ ദുനിയാവ് വേണം. വള്ളം സഞ്ചരിക്കണമെങ്കിൽ വെള്ളം വേണം, വേണ്ടേ? ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. വെള്ളം ഇങ്ങോട്ട് നോക്കി വള്ളം സഞ്ചരിക്കണമെങ്കിൽ വെള്ളം വേണം, ആഗ്രഹം വേണമെങ്കിൽ ദുനിയാവ് വേണം. പക്ഷേ വെള്ളം വള്ളത്തിൽ കയറാൻ പാടില്ല. വള്ളം സഞ്ചരിക്കണമെങ്കിൽ വെള്ളം വേണം, പക്ഷെ വെള്ളം വള്ളത്തിൽ കേറിയ അല്ലേ? ഉസ്താദ് ദുനിയാവ് വേണം, വേണ്ടെന്നാലും പറഞ്ഞ ദുനിയാവ് വേണം. പക്ഷേ വെള്ളത്തിന്റെ മീതെ കിടക്കാവൂ. വള്ളത്തിൽ വെള്ളം കയറാൻ പാടില്ല. ദുനിയാവ് നമ്മുടെ അകത്ത് കയറാൻ പാടില്ല. ദുനിയാവ് നമ്മുടെ വെളിയിലേക്ക്, ദുനിയാവ് നമ്മുടെ ഉള്ളിൽ. എപ്പോ വിടണമെന്ന് വിചാരിച്ച അപ്പൊ വിടും. ഞാൻ ഇവിടെ നിർത്തിയിട്ട് പറയല്ലേ, നാളെ ഈ വാദം നിർത്തിയിട്ട് പ്രസംഗം നിർത്തിയിട്ട് ഒരു തൈക്കാമിന് പോയി സാദാ സീത ഇമാമാകണമെന്ന് തോന്നിയാൽ അതിന് പാകപ്പെട്ട മനസ്സുമായിട്ടാണ് ഞാൻ നിൽക്കുക. നിങ്ങൾ ആരും ഒരാണ്ട് ശങ്കിക്കണ്ട. ചില ആളുകൾ പറയുമ്പോൾ അത് നല്ല സെറ്റപ്പിലല്ലേ ഇപ്പോൾ. ഞാൻ എൻ്റെ കൽബിനെ ഞാൻ പാകപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെ? ഇന്ന് ഈ വാദം നിന്നു, നാളെ രാവിലെ 2000 രൂപ ശമ്പളത്തിന് ഒരു തൈക്കാവിൽ ഇമാമായിട്ടിരിക്കണം. പാകപ്പെടുത്തിയിട്ടാണ് നിൽക്കുക. അള്ളാഹുനാക്കി തരട്ടെ. അത് ഇതില്ലെങ്കിൽ പിന്നെ ജീവിക്കാൻ കഴിയില്ല. പിന്നെ ഞാൻ ദുനിയാവിൽ നഷ്ടപ്പെട്ടു പോയി, എൻ്റെ ആഹ്റം നഷ്ടപ്പെട്ടു പോയി, അങ്ങനെ ഒരു തോന്നലുണ്ടാവും. ദുനിയാവിന് പോയോ? അള്ളാഹു ആരുടെ കയ്യിലും തരും, വാസിക്കൻ്റെ കയ്യിലും തരും, നല്ലവന്റെ കയ്യിലും തരും. തിരിച്ചേത് സമയത്ത് അവൻ എടുക്കും. ആ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു നമുക്ക് ആ ചിന്ത നൽകട്ടെ. അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, നീ നരകത്തെ കാണുക തന്നെ ചെയ്യും. എന്തൊരു വാക്കാണ് ഖുർആൻ മനുഷ്യന്റെ ഹൃദയത്തിലോട്ട് ഇറ്റിച്ചറിഞ്ഞാണ്. ഈ ഒരൊറ്റ സൂറത്ത് പഠിച്ചാൽ മതി, പിന്നെ ഒരു മനുഷ്യ തമ്മാടിയാവില്ല. അള്ളാഹ് ചോദിക്കാടാ, തമ്മാടി നീ എപ്പോഴും വരെയാടാ നെഞ്ചും പിരിച്ചിട്ട് ഞങ്ങളെ നന്നാക്കാൻ വന്നിരിക്കുന്ന? ഞങ്ങളിത് നിർത്താനാ, ഞങ്ങൾ നിർത്തില്ല. കാരണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതുവരെ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ നരകത്തെ കണ്ടുമുട്ടുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് അല്ലാഹു നാം ഏവരെയും മാറ്റി നിർത്തുമാറാകട്ടെ. കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് അല്ലാഹു നാം ഏവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുനിയാവിൽ ജീവിക്കുമ്പോ
4 കാര്യങ്ങൾ ഓർക്കണം. ഒരൊറ്റ ഹദീസ് മാത്രം പറഞ്ഞാൽ അവസാനിപ്പിക്കും. ഇവിടെ നോക്കിങ്ങളോ പറയുന്ന കറക്റ്റായിരിക്കും. അല്ലാഹു നമ്മെ ആക്കി തരട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നിഴലിനെ കുറിച്ച് പറഞ്ഞ ഒരു ഉപമയുണ്ട്. എന്തോ ക്ലാസ് കഴിച്ചു നോക്കിയായിട്ട് ഇപ്പൊ ഒന്നും കൊടുക്കണം. അവിടെ ജീവിച്ചു അവിടെ മാറ്റി ദുനിയാവ് വേണ്ടാന്നല്ലേ പപ്പ ചായ ഞാൻ ഒരു വ്യക്തി പാകപ്പെടുത്തിക്കൊണ്ടുവരും. അപ്പൊ നിങ്ങൾ ചായ കുറച്ചായിട്ട് വന്നാലും കൊടുക്കാം ഇൻഷാ അല്ലാഹ്. അവസാനം നമ്മൾ നന്നായിട്ടൊന്ന് ദുആ ചെയ്ത് വെള്ളിയാഴ്ച ഒത്തിരി നാളായി നമ്മൾ ഒന്നിച്ചിരുന്ന് ദുആ ചെയ്തിട്ട് ഒന്ന് ദുആ ചെയ്ത് ചായ കുടിച്ചിട്ട് നമ്മൾ പോകും. പക്ഷെ അതിനു മുമ്പ് ഒരു 4 കാര്യം നിങ്ങളോട് ഞാൻ പറയുകയാണ്. പക്ഷെ ചെയ്യൂലേ? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ പൊന്നു സഹോദരിമാരെ, ഈ പോക്കങ്ങൾ അവസാനിപ്പിക്കണം. ഞാൻ നന്നാവാനാണ്. ഞാനിങ്ങനെ ഈ സ്കേർട്ടും ഇട്ട് അരയ്ക്ക് റിപ്പോർട്ടില്ലാത്ത വസ്ത്രം ധരിച്ച് ഞാൻ ഇങ്ങനെ നടക്കും. കക്ഷത്തിലൊരു ബാഗ് തൂക്കി. മയ്യത്ത് കാണാൻ പോണ പെണ്ണിന്റെ കക്ഷത്തിൽ ഒരു ബാഗ് ഉണ്ടാവും. എന്തിനാണ് അള്ളാഹു? മരിപ്പ് വെട്ടി മയ്യത്ത് കാണാൻ പോവാ പെണ്ണ്, ആ പെണ്ണിന്റെ കക്ഷത്തിൽ ഒരു ബാഗ് തൂക്കിയിട്ടുണ്ടാവും. ആ ബാഗിന്റെ അകത്തോട്ട് ഒന്നും ഉണ്ടാവൂല. താനും ഇതെന്തിനാ തൂക്കിയിരിക്കണമെന്ന് അള്ളാഹു അല്ല. മയ്യത്ത് കാണാൻ പോവാ, അപ്പഴും കക്ഷത്തുമേ ഒരു ബാഗ്. ഇതെന്തിനാ? ഒരു ഭ്രമമാണിത്. ഞാൻ പറഞ്ഞിട്ടില്ല, ഇതൊരു കക്ഷത്ത് ബാഗില്ലെങ്കിൽ ഞാൻ അടാവില്ല. 4 പേര് നോക്കി കൊള്ളാവുന്നുള്ള കക്ഷത്തിലൊരു വാനിറ്റി ബാഗില്ലെങ്കിൽ മയ്യത്ത് വീട്ടിൽ വന്നിരിക്കുന്ന ആളുകൾ എന്ത് വിചാരിക്കും? ഒരു ബാഗ് ഒരു കക്ഷത്തിൽ. അപ്പൊ മയ്യത്ത് കാണാൻ പോണ പെണ്ണിന്റെ കക്ഷത്തിൽ ഒരു ബാഗുണ്ട്. ഇത് പടിഞ്ഞാറിന്റെ സംഭാവനയാണ്. കാരണം പടിഞ്ഞാറിന്റെ പെണ്ണിന്റെ കയ്യിൽ എപ്പോഴും ഒരു ചെറിയ ബാഗ് ഉണ്ടാവും. അതിനകത്ത് എന്താന്നുള്ള കാര്യം എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ പറയുന്നില്ല. അത് അവൾക്ക് വഴിയരികിൽ മുഴുവൻ ആവശ്യം വരുന്ന സാധനമായിരിക്കും. അതുകൊണ്ട് അതിനാണ് പടിഞ്ഞാറ്റിലെ പെണ്ണ്, പടിഞ്ഞാറ്റിലെ പെണ്ണ് കയ്യിലൊരു ചെറിയ ബാഗ് എപ്പോഴും ഉണ്ടാവും. അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അതിനകത്ത് ഉണ്ടാവും. അത് കണ്ടിട്ട് ഈ പാവം പച്ചപ്പൊട്ടി, ഈ പാവം പച്ചപ്പൊട്ടി, പൊട്ടി എന്ന് പറഞ്ഞാൽ പിന്നെ പച്ചപ്പൊട്ടി, പൊട്ടി എന്ന് പറഞ്ഞാൽ പിന്നെ ഇതെന്ത് പൊട്ടിയാ? പച്ചപ്പൊട്ടി. അല്ലാതെ പിന്നെ എന്തിനാ വിളിക്കുക? പെണ്ണ് വൈകുന്നേരം 7 മണിക്ക് ചായ നിൽക്കുമ്പോ ടിവിയിൽ സീരിയലി വരും. ആ സീരിയലി വരുന്ന പെണ്ണ് കണ്ണിൽ ഗ്ലിസറിൻ വെച്ചിട്ടാണ് അവള് കരയണം, അല്ലേ? സാരി ഉടുത്ത് ഇപ്പോഴത്തെ ഒരു സീരിയൽ അഭിനയിക്കുന്ന പെണ്ണിന് 500 സാരി ഉണ്ടെന്നാണ്. എന്റെ മോൻ 1 വയസ്സുള്ളപ്പോൾ തുടങ്ങിയ സീരിയൽ, അവന് 8 വയസ്സായി. ആദ്യത്തെ സംവിധായകൻ മരിച്ചപ്പോയാലും മോനാ സംവിധായകൻ. സീരിയലൊക്കെ കൊണ്ടാലും അതിൽ അഭിനയിക്കുന്ന ഒരു പെണ്ണിന് മിനിയാന്ന് സപ്ലിമെന്റിൽ കണ്ടത് അവക്ക് 500 സാരി ഉണ്ടെന്നാണ്. 500 സാരി ഒരു സാരി എടുത്ത് മുഖത്ത് പൗഡർ തേച്ച് കണ്ണില് ഗ്ലിസറിൻ തേച്ചിട്ടാണ് സീരിയലിലെ പെണ്ണിരുന്ന് കരയുന്നത്. നീ ഭീമാപ്പള്ളിയിൽ 24 മുമ്പിൽ ഇരുന്നിട്ട് അവള് ഗ്ലിസറിൻ തേച്ച് കരയുമ്പോ നീ കൂടെ പച്ച പൊട്ടി. അല്ലാതെ എന്താ പറയുക?